ഇന്ന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ പാർട്ട് 1 ഉം 2 ഒക്കെ ഇട്ട്, പക്ഷെ ഞാൻ അതിൽ എന്തൊക്കെ സാധനങ്ങൾ എടുത്തതെന്നൊന്നും ശരിക്കും കാണിച്ചില്ല. അപ്പോൾ ഇന്ന് അത് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇക്കാക്കി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെക്കിട്ടാം. അപ്പോൾ കാക്കാൻ ഇന്ന് അവിടെ അസിസ്റ്റന്റ് ആയി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ഇത് നമ്മൾക്ക് ഫയൽ അത്യാവശ്യം ഉണ്ട്. ഇത് കാക്കക്ക് ഫയൽ, ഇത് എനിക്ക് ഫയല്. അപ്പോൾ മാറിപ്പോകുന്ന അറിയില്ല, ഇത് ഓക്കെ, പക്ഷേ മാറില്ല. ഞങ്ങൾ പേരൊക്കെ ചെയ്ത് സെറ്റ് ആക്കും. അപ്പോൾ നല്ല പുതിയ ഫയൽ ഞാൻ ഞാൻ പാർട്ട് 1 ഉം 2 ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയൽ ഇങ്ങനെ ബട്ടൺസ് ഉള്ള ഫയലാണ് ഇഷ്ടം. മറ്റേ ഇങ്ങനെ ബുക്ക് ഒരു ഓപ്പണിംഗ് ഫയൽ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫയൽ സെറ്റാണ്. നമുക്ക് മെയിൻ ഐറ്റംസ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ബ്രൗൺ പേപ്പർ ആണിത്. ഇത് 4 എണ്ണം വാങ്ങിച്ചിട്ട് എന്തൊക്കെ 4 നല്ല ആവശ്യം വരും. ബ്രൗൺ പേപ്പർ കഴിഞ്ഞ തവണ 3 എണ്ണം എടുത്തിട്ട് എക്സ്ട്രാ വേറെ എണ്ണം വാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണ 3 നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും. പിന്നെ എനിക്കാണെങ്കിൽ ഓറഞ്ച് കളർ ബ്രൗൺ പേപ്പർ ആണ് ഇഷ്ടം. മറ്റേ ചിലത് ഗ്രീൻ കളർ, എനിക്ക് ആ ഗ്രീൻ അത്ര ഇഷ്ടമല്ല. എനിക്ക് ഓറഞ്ച് ഇഷ്ടം. ഷോപ്പിന്റെ വീഡിയോ കാണാത്ത അതന്നെ, എല്ലാവരും പാർട്ട് 1 കാണണം, 2 കാണണോട്ടാ. ഇത് അത് മാറ്റും. ഇത് ഇവിടെ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു. ഓക്കേ, അടുത്തത് എപ്പോഴും ഫുള്ള് നോട്ട്ബുക്ക് ആണ്. ഇത് എന്റെ നോട്ട്ബുക്കാണ് കേട്ടോ, ഡോംസിന്റെ ആണ് ഇത്. ഈ പ്രാവശ്യം ഞാൻ ഇതും എനിക്ക് ഉള്ള നോട്ട്ബുക്കാണ്. പിന്നെ ഇക്കാക്കത്തെ നോട്ട്ബുക്ക് സ്കൂളിൽ നിന്നാണ് കേട്ടോ. സ്കൂളിലത്തെ നോട്ട്ബുക്കാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പുറത്തുനിന്ന് ഐറ്റം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് എന്നാ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട് എനിക്ക് ഇപ്രാവശ്യം. ഇത് മാത്സ് ആണ്, മാത്സിന്റെ. നമ്മളങ്ങനെ ഓവറായിട്ട് ആവശ്യമില്ലാത്ത സാധനമൊന്നും വാങ്ങാറില്ല. ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ, അത്ര ഓവറായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ബുക്കിന്റെ ലിസ്റ്റ് ടീച്ചർ അയച്ചു കൊടുക്കും. ടീച്ചർ നമുക്ക് സെൻഡ് ചെയ്തിട്ടാ ഏതൊക്കെ ബുക്കാണ് ആവശ്യം. അപ്പോൾ ഇത് മാത്സിന്റെ ഉണ്ട്, പിന്നെ 100 പേജിന്റെ അങ്ങനെ കുറച്ചത്. പിന്നെ എനിക്ക് ഇപ്രാവശ്യം ഫ്രണ്ട്സ് 4 ലൈൻ 2 ലൈൻ ഒക്കെ ഉണ്ട്. എനിക്ക് കോപ്പി നോട്ടിന് ആവശ്യം വരും കേട്ടോ. അതാണ് അതും മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായ ബുക്ക് ഇവിടെ ഉണ്ട്. ഇക്കാക്കക്ക് പിന്നെ സ്കൂളിൽ നിന്നാണ് കേട്ടോ. ഇത് നീക്ക് ഒരു അല്ല ഇവിടെ തന്നെ വെച്ചോ, എല്ലാം കൂടി ഒരുമിച്ച് കാണും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് അപ്പോൾ സ്കൂളിൽ നിന്നാണ് നോട്ട്ബുക്ക്, അത് പുറത്തുനിന്നാണ് നോട്ട്ബുക്ക് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അടുത്തത് പൗച്ച് ഫ്രണ്ട്സ്, ഇത് എനിക്ക് പൗച്ച് വാങ്ങിച്ചായിരുന്നു. ഒരു യെല്ലോ കളർ പൗച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കാം, 2 സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. പുതിയ സാധനം ഇപ്പം നശിപ്പിക്കുന്നു. ഞാൻ തുറന്ന് കാണിച്ചാൽ ഇതിൻ്റെ അടുത്ത് തെർമോക്കോളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഇത് മാറ്റാൻ പോകും. നല്ലൊരു ഒരു ബേസ് തെർമോക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പൗച്ച്. എനിക്ക് ഈ പൗച്ച് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് അത്ര ഡിസൈൻ ഒന്നും ഇല്ലാത്ത നല്ലൊരു അങ്ങനത്തെ ഒരു പൗച്ചാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് കീറി പോകുന്നില്ല. അങ്ങനത്തെ അല്ലാത്ത ഇതിന്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്, നല്ല കട്ടിയൊക്കെ ഉള്ള പൗച്ചാണ്. പിന്നെ എനിക്കിങ്ങനെ ഓവർ ഡിസൈൻ അങ്ങനത്തെ പൗച്ച് എനിക്ക് സിമ്പിൾ പൗച്ച് മതി ഗൈസ്. അപ്പോൾ നമ്മുടെ പൗച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സംഭവം ഉണ്ടാകും. അടുത്തത് ലുലു നല്ല പുറത്തുനിന്നാണ് ലഞ്ച് ബോക്സ് ഫ്രണ്ട്സ്. ഇതിൽ എന്നെ കാണാനായിട്ട് പറ്റൂട്ടാ. എപ്പോഴും ഇങ്ങനത്തെ സ്റ്റീലാണ്. എനിക്ക് സ്റ്റീലാണ് ഫ്രണ്ട്സ്. ഞാൻ പ്ലാസ്റ്റിക് ഞാൻ യൂസ് ചെയ്യാറില്ല ലഞ്ച് ബോക്സ്. കാക്കി എനിക്ക് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് സ്റ്റീലാകുമ്പോൾ പിന്നെ നല്ല രസമാണ്. ഇത് അതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു ബോക്സാണ്. അടുത്തത് വാട്ടർ ബോട്ടിലാണ് ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിലാണ്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഫ്രണ്ട്സ്. ഇത് നോക്കി ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാം. ഇതിൻ്റെ ഒരു സാധനമുണ്ട്. ഞാൻ ഇതൊന്നും മാറ്റിയിട്ടില്ല, ഇത് എന്തോ അവിടെ കിടക്കും. പിന്നെ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ തുറക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം. ഫ്രണ്ട്സ് എനിക്ക് പിന്നെ ഇവിടുത്തെ ഈ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്
ഇതിന്റെ തന്നെ വേറെ ഡിസൈൻ ഉണ്ടായിരുന്നു, അതും പാർട്ട് 1 വാങ്ങിച്ചു. പക്ഷെ Part one. അതിനേലൊക്കെ നല്ലത് ഇതാണ്. പക്ഷെ അതിനേലും കുറച്ചും കൂടി ഒരു ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഒക്കെ കുഞ്ഞു ടോർച്ച് ഫൂട്ടിന്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് നമ്മൾ അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത മെയിൻ സംഭവം. ഇനിയുള്ളത് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ്. ഫസ്റ്റ് സ്കെച്ചിങ് ആവശ്യമാണ്. ഇവിടെ വേറെ കുറെ കളേഴ്സ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ബാഗ് മാത്രമാണ്. വേറെ സ്കെച്ച് ഉണ്ട്, പിന്നെ ഓയിൽ പേസ്റ്റ് മറ്റേ ഡ്രോയിങ് പെൻസിൽ എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട്. അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ സ്കെച്ച് പിന്നെ ബ്ലാക്ക് എന്തെങ്കിലും ഇല്ല. ബ്ലാക്ക് ആണ് പക്ഷെ അത്യാവശ്യമായിട്ടുള്ളത്, അത്യാവശ്യമായിട്ട് വേണ്ടത്. പിൻ പോയിന്റ് പേനാണ്. പിൻ പോയിന്റ് നല്ല പെന്നാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. അയ്യോ ദേ ഇവിടെ ഇത് കളഞ്ഞിട്ടില്ല, കളയണോ? ഇതില് നല്ല ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇങ്ങനൊരു പിൻ പോയിന്റ് പെന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അടുത്തത് പെൻസിൽ. അടുത്ത പെൻസിലാണ്. പെൻസിലിൻ്റെ ഒപ്പം ഇങ്ങനത്തെ പെൻസിലൊക്കെ എനിക്ക് ഇറേസറൊക്കെ കിട്ടാറുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ, ഒരു ഇറേസറും ഷാർപ്പനറും അപ്സറയുടെയാണ്. പിന്നെ ഈ പെൻസിലിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ ഇറേസർ. ഇങ്ങനത്തെ പെൻസിൽ നല്ലൊരു കൊള്ള ഫ്രണ്ട്സ്. അപ്സറയുടെ എപ്പോഴും ഞങ്ങൾ വാങ്ങിക്കില്ല. പിന്നെ അതിൻ്റെ എന്താണ്, പക്ഷേ ആ പെൻസിലിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ഇറേസർ ഉള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അത് വാങ്ങിച്ചിട്ട് അപ്പോൾ പെൻസിൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ അണ്ടർലൈൻ ചെയ്യാനും. പിന്നെ വലിയൊരു സ്കെയില്, മറ്റേ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ A4 ഷീറ്റിലൊക്കെ വരയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്കെയിൽ വെച്ചാൽ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കണം, പിന്നെ അത് താഴത്തേക്ക് ഇങ്ങനെ വീണ്ടും വരയ്ക്കണം, എന്നാലും ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ മറ്റേ സ്കെയിൽ വെച്ച് വരച്ചാൽ ഭയങ്കര കുറവ്. ഈ ഒരു സ്കെയിൽ ചെറിയ സ്കെയിലാണ്. ഇത് ഡോംസിൻ്റെ. എനിക്ക് നേരത്തെ ക്ലാസ് തുടങ്ങിയോണ്ട് സ്കെയിലൊക്കെ കാക്കക്ക് കുറച്ച് നാളായിട്ട് ക്ലാസ് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എന്താണ് കടയൊക്കെ മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പിന്നെ അടുത്ത സംഭവം ഇറേസറും ഷാർപ്പനറും. ഇറേസർ, ഷാർപ്പനർ. ഇതിപ്പോ എല്ലാവർക്കും അറിയാം, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള. ഇതും അതേ സംഭവം ഇത് അങ്ങനെ ഇറേസർ. ഇതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഷാർപ്പ് ചെയ്ത് കഴിയുമ്പോ അതില പൊടി കളയണം. ഇത് എനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആണ് ഫ്രണ്ട്സ്. ഇത് എനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗിന്റെ ഇതില് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാതാണ്. ഞാൻ ഷോപ്പിംഗ് ബ്ലോഗിൽ വെച്ചതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഇത് ഉപയോഗിക്കാൻ തോന്നൂല ഫ്രണ്ട്സ്. എനിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അതാണ് ഞാൻ എല്ലാം സൂക്ഷിച്ചിട്ട് ഇത് സൂക്ഷിച്ച ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇക്കോളി ഉപയോഗിക്കാൻ യെല്ലോ പൗച്ചും യെല്ലോ. ശരിയാണ്, യെല്ലോ 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 യെല്ലോ. ഓക്കെ, അടുത്തത് ഇത് വേറൊരു ഇറേസർ ആണ്. യെല്ലോ. അടുത്തതും യെല്ലോ. അയ്യോ ഇതെന്താണ് ഫുള്ള് യെല്ലോ. പൗച്ചിന്റെ അകത്തുള്ളതൊക്കെ നാശമാണ്. ലിപ്സ്റ്റിക്കിന്റെ ടെഡി ബെയർ കൊള്ള ഫ്രണ്ട്സ്. ഇത് ഇഷ്ടമായി യെല്ലോ. ഞാൻ ഇതൊക്കെ ഇറേസർ നമ്മുടെ കുറെ ഉണ്ട്. അടുത്ത ഇറേസർ ഫ്രണ്ട്സ് അടുത്ത ഇത് അപ്സറയുടെ ഉണ്ടാവും. ഇത് അപ്സറ ഇറേസർ ആണ്. അപ്സറയുടെ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഫ്രണ്ട്സ് ഈ പ്രാവശ്യം ബാഗിനാണ് വാങ്ങിച്ചില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ബാഗ് വാങ്ങിച്ചു, പക്ഷെ അത് ഇപ്പോഴും പുതിയതുപോലെ തന്നെയുണ്ട്. എന്താണ് സിപ്പോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. മറ്റേ ബാഗ് പുതിയത് ഇപ്പൊ തന്നെ ഇരിക്കണ്ട. അപ്പൊ ബാഗ് അങ്ങ് വാങ്ങിച്ചിട്ടില്ല. അടുത്തത് മറ്റേ ഇതേപോലത്തെ ഒരു പേസ്റ്റ് പോലത്തെ വാട്ടർ കളർ ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ഇതാണല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. ഇതാണ് വാട്ടർ കളറായിട്ട് ശരിക്കും ഒരു ഇത് വാട്ടർ കളർ, മറ്റേ ഇത് പെയിന്റ്. ഞാൻ മുഖത്തേക്ക് പെയിന്റ്. ക്രയോൺസ് ആണ്. അടുത്തത് ക്രയോൺ ആണ്. ഇതും ഡോൺസിന്റെ ആണ്. അടുത്തത് ഗം. അടുത്തത് ഗമ്മാണ്. ഞാൻ തുറന്നുപോയി. തുറന്നത് എല്ലാവർക്കും അറിയാൻ തുറന്നാൽ. പിന്നെ ഇതൊരു ഡ്രോയിങ് പെൻസിലാണ്. ഡ്രോയിങ് പെൻസിൽ ഇതൊക്കെ നല്ല രസമില്ലേ. ഇത് അപ്സറയുടെ ആണ്. പെൻസിലൊക്കെ കൂടുതൽ നമ്മൾ അപ്സറയുടെ. വീണ്ടും ഒരു ഫെവിഗം.
ഫെവി സ്റ്റിക്കാണ് ഇത്, ഗമ്മല്ല ഫെവി സ്റ്റിക്കാണ്. ഗമ്മല്ലേ ഇത് സ്റ്റിക്കാണിത്. അടുത്തത് സെലോ ടേപ്പ്. ഇത് ഞാൻ കുറച്ച് കളറിന്റെ ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ എന്തെങ്കിലും അസൈൻമെന്റ്സിന് ബോർഡർ ഒക്കെ ആയിട്ട് കൊടുക്കാം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇതെനിക്ക് ഇക്കാക്ക വാങ്ങിച്ചു തന്നതാണ്. എന്താണ് ഇത്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 2 ദിവസം മുമ്പ് അങ്ങനെ വാങ്ങിച്ചാണ്, ജാനുവരി അപ്പോഴത്തേക്ക് വാങ്ങിച്ചാണ്. ഇതൊരു ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ പുതിയ അക്കാഡമിക് ഇയറിൽ ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇത് നശിപ്പിച്ച് അത് കയറിക്കോളും. അത് മറ്റേ സാധനം ഉപയോഗിച്ചില്ല, തുറന്നപ്പോ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ സെറ്റ് ആയില്ലേ ഇത് എനിക്ക്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പെണ്ണൊന്നും ഉപയോഗിക്കാനേ തോന്നുന്നു. വീണ്ടും ഒരു ഹൈ വീഡിയോ കാണിച്ചുതരാം. ജെല്ലാണുള്ളത്. ഓക്കെ അത് ഞാനിത് ഉപയോഗിക്കൂല. ഞാനിത് സൂക്ഷിച്ചൊക്കെ എനിക്ക് പെണ്ണ്. അപ്പൊ നമ്മുടെ പുതിയത് പോലെ ഇരുന്ന സാധനമാണ് ഇതും ഇതും രണ്ടും ഗിഫ്റ്റ് ചെയ്തത്. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിരുന്നത്. ലാസ്റ്റ് വൺ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. ഇതാണ്, ഇത് നെയിം സ്ലിപ്പാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് പാർട്ട് 2 ഞാൻ പറഞ്ഞ് നെയിം സ്ലിപ്പ് നമ്മൾ എടുക്കുന്നില്ല, അതിലൊരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ അൺബോക്സിംഗ് വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു നെയിം സ്ലിപ്പാണ് ഞാൻ കാണിക്കുന്നത്. 3, 2, 1 ഗോ. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്സ് ആണ്. ആൻഡ് ഇതൊക്കെ യൂട്യൂബ് ഇട്ടിട്ട് റാനിയാസ് മിനിയേച്ചർ കിച്ചൺ. ഫ്രണ്ട്സ് നല്ല രസം. റാനിയാസ് മിനിയേച്ചർ കിച്ചൺ എന്നൊക്കെ എഴുതിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഞാനാണിത് ഫുൾ സെറ്റ് ആക്കിയത് പ്രിന്റ് ചെയ്തത് ഫോട്ടോ വെച്ച് ഡിസൈൻ ചെയ്തത്. ഇതൊക്കെ ഇവിടെ ഐസ്ക്രീം ബോ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. 2 ഷീറ്റും കൂടെ 2 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ളത് അത്രയുണ്ട്. 90 ഉണ്ട് കേട്ടോ. 90 അടുത്ത വർഷം ഉപയോഗിക്കാനുള്ളത്. 30 ഉണ്ട്. ഞാൻ അതൊക്കെ വന്നപ്പോൾ ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാട്ടാ. എന്റെ ഫോട്ടോ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. അതും ഈ ഡാർക്ക് ബ്ലൂവും വൈറ്റ് ഒക്കെ വന്നപ്പോ നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട്. കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത്ര നമ്മൾ അധികം പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇട്ട്, പിന്നെ ഇപ്പോൾ സ്കൂള് ഷോപ്പിംഗ് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഇട്ട്, ഇനി ഞാൻ ബാഗ് പാക്കിംഗ് വീഡിയോ ഇടും. ബാഗ് പാക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇടും. അങ്ങനെയൊക്കെ നമ്മൾ ഇടും. അപ്പോൾ അതെല്ലാം കാണണോട്ടാ, ആരും മിസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര